Hello guys, welcome to Health Indian Charity. I am Ashwati. If you are watching my video for the first time, please support my channel. Okay, നമ്മൾ ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ് ആണ് അല്ലേ. അതായത് നമ്മൾ പച്ചക്കറികൾ അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സ് ഒക്കെ ആയിരുന്നു നമ്മൾ ഫസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മൾ തീ കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുക്ക് ചെയ്യാം, അതായത് ഹീറ്റിൽ കുക്ക് ചെയ്യാം. ഈ ഒരു കത്തിച്ചതിന് ശേഷം അതിൽ ഈ പച്ചക്കറികളും അതേപോലെ തന്നെ എന്താ പറയുക ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചു. അതിനുശേഷം അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ടേസ്റ്റ് വരുത്തിയാലോ എന്ന് പറഞ്ഞാൽ അതിൽ ഉപ്പും മുളകൊക്കെ ഇട്ട് അതൊരു ഫുഡ് പോലെ നമ്മൾ പ്രിപ്പയർ ചെയ്തു. അതിനുശേഷം അത് ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ ഈ കാണുന്ന വെറൈറ്റീസ് ഓഫ് തൗസൻഡ്സ് ഓഫ് ഫുഡ് ഉണ്ടാക്കാൻ നമ്മൾ തുടങ്ങി. അപ്പം ഞാൻ എവിടേക്കാണ് എത്തുന്നതെന്ന് വെച്ചാൽ, എങ്ങനെയാണ് നമുക്ക് AI ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, അത് ക്വാളിറ്റി ഓഫ് ഫുഡ്. സോ ഹൗ ടു ഇംപ്ലിമെന്റ് ഓർ ഹൗ ടു ഇൻസ്റ്റാൾ AI ഇൻ ദി ക്വാളിറ്റി ഓഫ് ഫുഡ്. അതായത് നമുക്ക് നമ്മളുടെ ഈ ഒരു കൺട്രി, സബ് കോണ്ടിനെന്റ് ആയിട്ടുള്ള നമ്മളുടെ കൺട്രി ഇന്ത്യയിൽ 1.3 ബില്യൺ ആണ് പോപ്പുലേഷൻ. ഈ 1.3 ബില്യൺ പോപ്പുലേഷൻ ഓൾമോസ്റ്റ് നമ്മളുടെ ഒരു കൾച്ചർ പ്രകാരം ഓരോ ലൊക്കാലിറ്റിയിലും, അതായത് ഇപ്പോൾ നോർത്ത് ആയാലും സൗത്ത് ആയാലും ഈ ഈസ്റ്റേൺ ഫുഡ് ആയാലും വെസ്റ്റേൺ ഫുഡ് ആയാലും ഇന്റർകോണ്ടിനെന്റൽ ഫുഡ് ആയാലും ചൈനീസ് ആയാലും ഇറ്റാലിയൻ ആയാലും എല്ലാ ടൈപ്പ് ഫുഡും ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. ഇറ്റ്സ് ബിക്കോസ് ഓഫ് അവർ കണക്ടിവിറ്റി ആൻഡ് ഓൾസോ ബിക്കോസ് നമ്മൾ അത്രയും വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് പ്രിപ്പയർ ചെയ്യാനുള്ള കെപ്പബിലിറ്റി ആയി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് അവൈലബിൾ ആണ്. തൗസൻഡ്സ് ഓഫ് ഫുഡ്സ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. എവറി ടൈപ്പ് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മുടെ പ്രകൃതിയിലുള്ള ഫ്രൂട്ട്സ് ആൻഡ് ഓൾസോ നമ്മൾ പണ്ട് ആ കാലത്ത് നമ്മൾ എന്താ പറയുക മൃഗങ്ങളെയും നമ്മൾ ഹണ്ട് ചെയ്ത് കഴിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒംനിവേഴ്സ് ആണ്, ഹെർബിവോഴ്സും അല്ല കാർണിവോഴ്സും അല്ല. അതിനുശേഷം നമ്മൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ പ്രകൃതിയിലുണ്ടാവുന്ന പച്ചക്കറികളായാലും അതേപോലെ തന്നെ ഫ്രൂട്ട്സും ആയാലും മില്ലറ്റ്സ് ആയാലും പൾസസ് ആയാലും എന്തൊരു ഗ്രെയിനും ഫുഡ് ഗ്രെയിൻസും എന്തായാലും അത് ആക്ച്വലി വളരെ ഫ്രഷ് ആയിട്ടും ജെനുവിൻ ആയിട്ടും ഒരു എന്താ പറയുക അതിലൊരു ഇമ്പ്യൂരിറ്റീസ് അല്ലാതെ വളരെ പ്യുവർ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ അത് നമ്മുടെ ടേബിളിലേക്ക് ഫുഡായിട്ട് എത്തുന്ന സമയത്ത് അതിൽ മാലിന്യങ്ങളല്ല, അതിൽ ഇംപ്യൂരിറ്റീസ് ഉണ്ട്, അതിൽ പോയ്സൺസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ഒരു വഴിയിൽ, അതായത് അവിടെ നിന്ന് ഫാർമേഴ്സ് അവിടെ നിന്ന് ഉണ്ടാക്കി തുടങ്ങുന്ന ജേണി നമ്മളുടെ ഫുഡിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു പ്രോസസ്സിനിടയിൽ ഈ ഫുഡിലേക്ക് ഇംപ്യൂരിറ്റീസ് കയറുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് കയറുന്നത്? അതുകൊണ്ട് നമുക്ക് ഒരുപാട് ക്രോണിക് ഡിസീസസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, ഇല്ലാണ്ടാക്കാം, ആൻഡ് ഈ പോയ്സൺ നമ്മളുടെ ഫുഡിൽ നിന്ന് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, എങ്ങനെ നമുക്കൊരു നല്ല ഹെൽത്തി പോപ്പുലേഷനിലേക്ക് മാറാം. ഇപ്പോൾ ഉള്ള ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ മാറിയില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഇത് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഏറ്റവും വലിയ നമുക്ക് അടുത്ത് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഫുഡിൽ വരുന്ന ഇംപ്യൂരിറ്റീസ്, അല്ലെങ്കിൽ ഫുഡിൽ നമ്മൾ ഈ വരുന്ന പോയ്സൺ. In our country there is a lot of geographical specialities which are specialized in various food materials. For example, for rice and wheat we have Punjab, Haryana and Bihar, Uttar Pradesh. They are specialized in cultivating these grains. And for the groundnut we have Andhra Pradesh, Gujarat, then Tamil Nadu. In Maharashtra it is more specialized on the big onion. Then Nagpur and Cherrapunji for oranges, and the Shimla apple, which is actually world exporting food item, a fruit. So actually one of the drawback of Indian market is that we used to export the first quality product all over the world, and we used to sell all our second quality and third quality or low quality food in our market. And there is a great users or great buyers for this low quality food, because our people or our population always give importance to the price of the food, not the quality but the quantity and the price. They never checks about the quality. Only 2 to 5% of our population are interested or are dedicated to know the quality of the food, and rather all the population except these composition are actually thinking, or actually they are more focused on the cheap price of that food. There are a lot of things like pesticides and fertilizers, so many poisonous things which is actually bad for the humankind in other countries which were actually banned, but that is actually available in our market, and it is used mostly in agriculture. That pesticides and fertilizers, they are actually used in our
cultivations by our farmers. We used to eat 3 days a meal. We used to attain three meals a day, and it is actually we are taking poison 3 times. At three time intervals. That is, we are taking whenever we are taking food. It actually means that we are actually taking poison. So, according to 2016 census, India spends around 25.8 trillion rupees for the food. And actually, 11 million pounds of food is actually distributed or are eaten every minute in every day by the whole world, the whole population in the world. Now we are using weighing machines to calculate the weight of the goods. That is, we are calculating the price of the goods. For example, we are calculating the price of 1 kilo of apple with the comparison to the weight, or we can say that it's the quantity. Okay, so now we have to apply a system. So it is depending upon the gravity, how the gravity is affecting that matter or that 1 kilo of apple. But now we are going to change the system, or we want another system in which we have to check the quality of that 1 kilo apple. Suppose that 1 kilo apple we have to find invent a new truss which has sensors which checks the quality of that 1 kilo apple, or the things that we are using. For example, that apple or any food materials or vegetables or fruits, anything that we are using, we are now using it as by the weight. But now we have to take another weighing machine having a truss which has sensors which senses the apple or that object is the vegetable or the fruits is whether it is containing poison or not. What if it is poison, then what all poisons are being used, what are the fertilizers or pesticides, or what are the chemicals that is used in it, and what all diseases can it cause. In most of the cancers that is affecting our body, in most of all the population who is affected by the cancer is actually it's because of our food style, the change in our food style. It's only because of the change in the genetic material, or actually the change in one of the cell which affects the surrounding cell and which causes a cancer. Sometimes it may be a cancer which cannot be treated, and sometimes it can be treated. So it's all depend upon the food style, change in the food style. Everything that is available in our environment is actually good for health. It is actually very tasty and very healthy for us. But the process that in which it comes into our plate is actually changing its whole thing and making it as a poison, which is causing a lot of health problem for the society and all for the human. Every food packets or every things that is available in our market or in a shop has an expiry date. So after that we will not use anything. It's like that any of the objects we are not using it after the expiry date. But we cannot know, we don't have facilities to know whether what all the poisons or what all the chemicals used in that food. And also, if we are going to apply such a system of sensors which checks the quality of the food, if the consumer thinks that food contains poison, then he will not buy it. So if more than a lot of people or more than 10 people do like that, then the shopkeeper will he will be continuously, or he can say the next time he would say that to the wholesaler that this thing is not selling on the market, so he will resend it. So the wholesalers cannot send it to these shopkeepers, so they will send back to the peasants or the farmers, so that the farmers cannot use pesticides or fertilizers or any pesticides like the chemicals in the food, so that all our population can eat healthy food. ഒരു മനുഷ്യന് ഈ ലോകത്ത് ജീവിക്കാനായി 3 കാര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ആദ്യത്തേത് വായുവില്ലാതെ ഒരു മനുഷ്യന് സെക്കൻഡുകളിൽ കൂടുതൽ ജീവിക്കാൻ പറ്റില്ല. രണ്ടാമതായിട്ട് വരുന്നതാണ് വാട്ടർ. വെള്ളമില്ലാതെ ഒരു മനുഷ്യന് ദിവസങ്ങളിൽ കൂടുതൽ ജീവിക്കാൻ പറ്റില്ല. മൂന്നാമതായിട്ട് വരുന്നതാണ് നമ്മളുടെ സോഴ്സ് ഓഫ് എനർജി, ഫുഡ് ഇല്ലാതെ നമുക്ക് ആഴ്ചകളിൽ കൂടുതൽ ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല.
മനുഷ്യൻ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും അവർ മായം കലർത്തുന്നു. ഇങ്ങനെ ആഹാരത്തിൽ കലർത്തിയിട്ടുള്ള മായം കാരണം നമ്മളുടെ കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും വലിയ atrocities against human being എൻഡോസൾഫാൻ ട്രാജഡി. അവിടെ വലിയ തോതിലുള്ള ഒരു എൻഡോസൾഫാൻ പ്ലാന്റേഷനുകളിൽ അവിടുത്തെ pH ചേഞ്ച് ആവുകയും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അതിന്റെ ഭവിഷ്യത്തായി ഈ ഒരു ആക്ടിവിറ്റിയുടെ ഭവിഷ്യത്തായി അവിടെ ജനിച്ചിട്ടുള്ള എല്ലാ കുട്ടികളിലും ബുദ്ധിമാന്ദ്യം ജനറ്റിക്കൽ പോലെയുള്ള ക്രോണിക് ഡിസീസുകൾ വരാൻ ഈ മരുന്ന് അവരുടെ ജനറ്റിക്കൽ ഘടനയെ തന്നെ മാറ്റി. When doing a bad thing to ourselves and we will get a good result. But in a short time if you are doing a bad thing, then the result will be definitely in a long term or a short term basis we will get it back as a bad result. So repenting about that at that time will not work. And also when we are doing a bad thing, it is not for ourselves, the result is not for ourselves, it is for the whole society. We are among the top 3 countries who produce medicines and the head office of several lifestyle diseases like diabetes, cancer, heart and kidney related dysfunction. Why is it so? Think about it. No animals are going to hospitals and taking medicines. Is it necessary for humans to eat this much of capsules for living in this world? Also think about it. On the one end of the chain, we are eating the food mixed with chemicals and we are smoking, we are killing ourselves by drinking and all. On the other end of the chain, we are finding treatments, we are taking medicines for curing this. So we are actually making ours bad and we are also finding the ways for thinking to treat about it. So we are the same possibilities on both the sides. Apart from this, drinking and smoking kills lakhs of families in India all over the world.